എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഞാൻ ഉണ്ടാക്കാനായിട്ട് ഇത്തിരി ഒന്ന് വൈകിപ്പോയി. അപ്പോൾ നമുക്കിന്ന് മസ്ക ബണ്ണും ഇറാനി ചായയുമായാലോ. അപ്പോൾ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എന്നാലും നമുക്കൊന്ന് കഴിച്ച് നോക്കാമല്ലേ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നല്ല വലിയ ടീസ്പൂണിൽ 2 ടീസ്പൂൺ നിറച്ച് നമ്മുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും ഒരു 3-4 പീസ് ഏലക്കയും കൂടെ ഇട്ട് കൊടുക്കുക. പട്ട, കറിയാമ്പ് ഇതൊക്കെ ടേസ്റ്റുള്ള ആൾക്കാരാണെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് അതിൻ്റെ എയർ കിടക്കുന്ന ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലാക്ക് കളറാകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ ആവിയൊന്നും പുറത്ത് പോകാതെ തന്നെ തിളപ്പിച്ച് നല്ല കറുത്ത കളറാകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പാലൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ 2 കപ്പ് ചായയുടെ വെള്ളത്തിലേക്ക് അത് തിളച്ച് കുറുകി അതൊരു കപ്പായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് പാലൊഴിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2-3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുക. എന്നിട്ട് ഈ പാലൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഒരു കട്ടിയായ രൂപത്തിൽ ഒന്ന് ഇളക്കി ഒന്ന് കുറുക്കിയിടുക. നിങ്ങൾക്ക് പഞ്ചസാര വേണ്ടെങ്കിൽ പഞ്ചസാര സ്കിപ്പ് ചെയ്തിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ഒഴിച്ച് കൊടുത്തിട്ടും ഈ ഒരു ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരട്ടെ. കുറുകി മോൾ ഭാഗത്ത് ഇങ്ങനെ പാട കെട്ടി വരുന്നൊരു ടൈം ആവില്ലേ, ആ ഒരു ടൈം വരെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പാല് കുറുക്കിയെടുക്കുക. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ പാല് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇതവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബട്ടറിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. ബട്ടറാകുമ്പോൾ അതിന് ഒന്നും കൂടി ഇത് ടേസ്റ്റ് കൂടും കേട്ടോ. അല്ലാതെ തന്നെയും ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വലിയ ബണ്ണാണ്. ചൂടാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് നന്നായിട്ട് ടീസ്പൂൺ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കുറച്ച് വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത്തിരി ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും കൂടി ചേർക്കുക. നന്നായിട്ടൊരു കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണേ. എന്നിട്ട് നമ്മുടെ ബണ്ണൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കുക. ബട്ടർ നല്ല രീതിയിൽ തന്നെ പുരട്ടി പുറം ഭാഗത്തൊക്കെ പുരട്ടിയെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ മസ്ക ബണ്ണും ഇറാനി ചായ ഉണ്ടാക്കുന്നത്. അപ്പം ഇതിപ്പം വലിയ ബണ്ണായതുകൊണ്ട് തന്നെ ഒരെണ്ണമൊക്കെ കഴിച്ചാലും മതി കേട്ടോ. ചെറുതാകുമ്പോൾ 1-2 എണ്ണമൊക്കെ കഴിക്കാൻ പറ്റും. അപ്പം നന്നായിട്ട് നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്ത് പുരട്ടി കൊടുക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കഴിച്ച് നോക്കാം കേട്ടോ. കുഴപ്പമില്ല, കഴിച്ചിട്ട് ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പം ഇറാനി ചായയാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായത്. നല്ല ടേസ്റ്റാണ് ആ ഒരു ചായ. ഇഞ്ചിയുടെയും ഏലക്കയുടെയും ഒക്കെ ഒരു പ്രത്യേക ഒരു ചായയുടെ ടേസ്റ്റാണ്. അപ്പോൾ ഈ ബണ്ണും കൂടെ വന്ന് ചേരുമ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ. സൂപ്പറാണ്. പക്ഷെ ഒരുപാടൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. ആ ഒരിതാണ്. അപ്പം ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതേവരെ കഴിച്ച് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പം എനിക്കും അത്യാവശ്യം ഇഷ്ടമായി വന്നിട്ടുണ്ട്.